ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വലിയ നോയമ്പിൻ്റെ 18ാമത്തെ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം എന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതാണ്. എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നാം എങ്ങനെ പ്രാർത്ഥിക്കണം? ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം, താഴ്മയോടുകൂടി പ്രാർത്ഥിക്കണം, ധൈര്യത്തോടുകൂടി പ്രാർത്ഥിക്കണം, തിരുവെഴുത്തിൻ പ്രകാരം പ്രാർത്ഥിക്കണം, നിശ്ചയത്തോടും ഉദ്ദേശത്തോടും കൂടി പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, സമർപ്പണ മനോഭാവത്തിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ പോയിന്റായ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം എന്നതിന് നമുക്ക് 34-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുകയുള്ളൂ എന്നാണ് ഈ വേദഭാഗം ഇവിടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുതേ, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കണം. താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വേദഭാഗം 34-ാം സങ്കീർത്തനം 6-ാം വാക്യം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. താഴ്മയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നിലവിളിച്ചാൽ യഹോവ കേൾക്കും, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് ഈ വേദഭാഗം നമ്മോട് പറയുന്നു. മൂന്നാമത്തെ പോയിന്റ് ധൈര്യത്തോടുകൂടി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ധൈര്യത്തോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് നോക്കാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടും കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തിരുവെഴുത്തിൻ പ്രകാരം പ്രാർത്ഥിപ്പീൻ എന്നാണ് ഇവിടെ പറയുന്നത്. തിരുവെഴുത്തിൻ പ്രകാരം പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ അത് നമുക്ക് ക്ലിയർ ആകും. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5-ാമത്തെ പോയിന്റാണ് നിശ്ചയത്തോടും ഉദ്ദേശത്തോടും കൂടെ പ്രാർത്ഥിക്കണം. നിശ്ചയത്തോടും ഉദ്ദേശത്തോടും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 6-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. 7-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഇതിന് നമുക്കൊരു വേദഭാഗം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാം വാക്യം, 32-ന്റെ 26. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞു. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറയുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. അതായത് രംഗം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ദൈവദൂതനുമായിട്ട് യാക്കോബ് രാത്രി മുഴുവൻ മല്ലു പിടിച്ചതായിട്ട് പറയുന്നുണ്ട്. ദൈവദൂതൻ യാക്കോബിനോട് പറയുന്നു, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് നീ എന്നെ വിടുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് അവിടെ പറയുന്നുണ്ട്. ആ ദൈവദൂതൻ അവനെ അനുഗ്രഹിച്ചതായിട്ട് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ മുമ്പോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്തത് ഇടപെടാതെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ൽ
പറയുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ വേദഭാഗം ഒക്കെയും നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഗമുണ്ട്. സമർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിക്കണമെന്നാണ് നാം ഇവിടെ കാണുന്നത്. ആ സമർപ്പണ മനോഭാവത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കാതിരിക്കില്ല എന്ന് നമ്മുടെ പിതാക്കന്മാരുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതാണ്. അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നാം എന്താണ് ചെയ്യേണ്ടത്? നാം നമ്മെ ഒന്ന് തിരുത്തുവാൻ സാധിക്കുമോ? ഇല്ല എങ്കിൽ എന്തുകൊണ്ട്? നാം എങ്ങനെയുള്ളവരാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ആണ് നമുക്കത് സാധിക്കാത്തത്. ഒരു ചേഞ്ച് ആകാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, ഇതേവരെ ഞങ്ങളെ കാത്തുരക്ഷനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളും കർത്താവേ, നിന്റെ കാവലും കോട്ടയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കുമാറാകണമേ. ഭക്തിയോടുകൂടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ. താഴ്മയോടുകൂടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ മനസ്സുകളെ ത്വരിതപ്പെടുത്തണമേ. ധൈര്യത്തോടുകൂടി പ്രാർത്ഥിപ്പാൻ ദൈവമേ ഞങ്ങൾക്ക് ഇടയാകണമേ. തിരുവചന പ്രകാരം പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ. നിശ്ചയത്തോടും ഉദ്ദേശത്തോടും കൂടി പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ തരണമേ. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് നല്ല മനസ്സ് തരണമേ. ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. സമർപ്പണ മനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ ദൈവമേ നല്ല വിശ്വാസം ഞങ്ങളിൽ പകരണമേ. ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി നിന്റെ തൃപ്പാദത്തെ സമർപ്പിക്കുന്നു. നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന സാപ്നത്ത് ബനേഹെ, ശത്രക്ക്, മേശക്ക്, അബേദ്നെഗോഗ്, ബെൽത്ശസ്സർ എന്നീ പൈതങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമീൻ.